ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. 2 മാസത്തെ വെക്കേഷൻ തീരാൻ വേണ്ടിയിട്ട് ഇനി ഒരാഴ്ചയെ കൂടി കേട്ടോ ബാക്കിയുള്ളൂ. എത്ര പെട്ടെന്നാലേ ഓരോ ദിവസം കഴിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ പോരാനേ തോന്നണില്ല കേട്ടോ. പക്ഷെ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഉണ്ടാക്കി തന്ന നാരങ്ങ വെള്ളം കുടിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ വിജേഷ് പപ്സുമായിട്ട് വന്നത്. വിജേഷ് ഏട്ടനും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്നെ ട്രോളാനായിട്ടാ നേരമുള്ളൂ. എന്തായാലും പപ്സ് കൊടുന്ന സ്ഥിതിക്ക് ഇന്ന ചായ കൂടിയും കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് വർത്താനം പറയാണേ. നമ്മളെല്ലാവരും നമ്മളായിട്ട് മറന്ന് ശരിക്കും നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസും ദേഷ്യവും വാശിയും എല്ലാം നമ്മൾ റിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കൂടപ്പിറപ്പുകളുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും വെക്കേഷനിലെ വിരുന്നൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും പഴയ ഓട്ടപ്പാച്ചിലൊക്കെ തുടങ്ങുകയായി. ദേവുട്ടനെയും കൂടി സ്കൂളിൽ ചേർത്തിയ കാരണം ഇപ്രാവശ്യത്തെ ഓട്ടപ്പാച്ചിലൊക്കെ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും. സ്കൂളിൽ പോകേണ്ട കാര്യം പറയുമ്പോൾ ദേവുട്ടിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂള് തുറക്കുമ്പോഴും ഇത് കണ്ടാൽ മതിയായിരുന്നു. വരുന്ന വഴിക്ക് നമുക്ക് 2 സാരി വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും എനിക്കുള്ളതല്ല. എനിക്ക് ഈ സാരി എടുക്കാനൊന്നും തീരെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഒന്ന് കറക്റ്റായിട്ട് ഉടുക്കാൻ അറിയില്ല. പിന്നെ പിള്ളേരുടെ കൂടെ സാരി എടുത്തിട്ട് പോയാലേ സാരിനെയും നോക്കണം കുട്ടികളെന്നെയും നോക്കണം. അതുകൊണ്ട് ഞാൻ ഈ പണിക്ക് അധികം മെനക്കെടാറില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ സാരി എടുക്കുന്നത് 2 പേർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണ്. അത് ആർക്കൊക്കെയാണ് എന്നുള്ളത് സർപ്രൈസ് ആണ് കേട്ടോ. ആർക്കാണ് എന്തിനാണ് എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അത് വാങ്ങിയിട്ട് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ശ്രീകുട്ടൻ അന്ന് സ്കൂൾ ഐറ്റംസിൽ ഒരു ലഞ്ച് ബോക്സും കൂടെ വാങ്ങിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ടൊരു കടയിൽ കയറി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാത്ത കാരണം നമ്മൾ വാങ്ങിക്കാണ്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. ലഞ്ച് ബോക്സ് എന്നാൽ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ദേവുട്ടന് കുറച്ച് അപ്പപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു കുഞ്ഞു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.